ആസ് യൂഷ്വൽ പണിയെല്ലാം കഴിഞ്ഞു റെഡിയായി ഇരിപ്പാണ്. കിച്ചൺ വരുന്നുണ്ട്, കിച്ചനെ നോക്കിയിരിക്കുകയാണ്. കിച്ചൺ വന്ന് ഫുഡ് കഴിച്ചിട്ട് ഞങ്ങൾ നേരെ കാരിച്ചാക്ക് പോകും. അവിടെ ചെന്നിട്ട് ബാക്കി. അങ്ങനെ കിച്ചൺ വന്നു, ഞങ്ങൾ കാരിച്ചാലെത്തി. അവിടെ ഞങ്ങൾക്ക് കിച്ചണിൽ ഒരു ഫ്രണ്ടിന്റെ വീട്ടിൽ കയറണമായിരുന്നു. അവിടെ കയറി പിള്ളേർ കളിക്കാൻ പോയായിരുന്നു. പിന്നെ വീട്ടിൽ വന്നു. വീട്ടിൽ വന്ന് മമ്മി പപ്പയും ഉണ്ടായിരുന്നു, അവരോട് സംസാരിച്ച് പച്ചക്കറി മേടിക്കാൻ പോവാ. കിച്ചനോട് പറഞ്ഞത് പച്ചക്കറി മേടിക്കാൻ, കിച്ചന് ക്രിക്കറ്റ് കളിക്കാൻ പോകണോ അത് കിച്ചൻ പോയി. പിന്നെ ഞാനും പപ്പയും കൂടെ ഹരിപ്പാട് പച്ചക്കറി മേടിക്കാൻ പോവാണ്. പോകുന്ന വഴി ദോ ഈ ഒരു മാവിൽ നിൽക്കുന്ന മാങ്ങ കണ്ടു. ഇന്ദു മുത്ത് മുത്തായിട്ട് നിൽക്കുന്നു. പിന്നെ ഞങ്ങൾ അവിടുന്ന് നേരെ ഹരിപ്പാടോട്ട് വിട്ടു. ഞാൻ ഈ കാണിക്കുന്ന വേറെ ഒന്നുമല്ല, പപ്പ റോക്കറ്റ് പോലാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. അതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ എക്സ്പ്രഷൻസ് ഇടുന്നത്. പിന്നെ പപ്പ സീനാണ്, ഡ്രൈവിങ്ങിൽ അപ്പ പുലിയാണ്. പിന്നെ അവിടെ കുറച്ച് പേരെ കണ്ടു. ഞാനാ നോക്കുന്നത്. അവിടെ വണ്ടി ഇരിപ്പുണ്ടായിരുന്നു കിച്ചന്റെ. കിച്ചന് വണ്ടി അവിടെ ഇരിപ്പുണ്ട്. കളി കഴിഞ്ഞ് വരുമ്പോൾ ലേറ്റ് ആവും. പിന്നെ നേരെ പള്ളിയിലോട്ട് നോക്കി. പള്ളി നോക്കിയപ്പോ മിച്ചു അവിടെ നിൽപ്പുണ്ടായിരുന്നു, നമ്മുടെ ചെക്കൻ. ഞാൻ ഇന്ന് രാവിലെ പള്ളിയിൽ ചെല്ലാന്ന് പറഞ്ഞിട്ട് ചെന്നില്ല. ഒരു മീറ്റിംഗ് ഉണ്ടായിരുന്നു, പോയില്ല. അതിന് പിന്നെ അവൻ ഏതാണ്ട് പറഞ്ഞു. കാരിച്ചാലെന്ന് കേട്ടാലേ എനിക്ക് ഓർമ്മ വരുന്നത് പള്ളികളാണ്. ഇവിടെ മുഴുവനും പള്ളികളാണ്. ഓർത്തഡോക്സ് ചർച്ച്, കത്തോലിക്ക ചർച്ച്, ഫുള്ള് ചർച്ചുകൾ. എനിക്ക് കൂടുതൽ പേരൊന്നും അറിയത്തില്ല. പിന്നെ നേരെ ഞങ്ങൾ ഷോട്ട് എടുത്താണ് പോയത്. കാര്യം റെയിൽവേയുടെ പണി നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പം വെള്ളംകുളങ്ങര വഴിയാണ് പോയാൽ നമ്മൾ ഷോട്ട് എടുത്ത് വന്നതുകൊണ്ട് തന്നെ ഈ വഴിയാണ് പോയത്. ഈ വഴി ഭയങ്കര ബ്ലോക്ക് ആയിരുന്നു. അതിന്റെ അടിയിൽ ഒരു ഡ്രെയിനേജ് ഉണ്ട്. അതിനെന്തോ ഒരു സ്ലാബ് ഇളക്കി വെച്ചേക്കുക. അപ്പൊ വൺ സൈഡിലൂടെ അങ്ങാണ്ടേ വണ്ടി വരത്തുള്ളൂ. അങ്ങനെ എന്തോ സീനാ, കറക്റ്റായിട്ട് എനിക്കറിയത്തില്ല. അതിനെ കൂടെ അപ്പൊ വണ്ടി ഭയങ്കര ബ്ലോക്കാണ്. അതൊന്നും ഞങ്ങൾക്കൊരു സീനല്ല. മൈക്കിളപ്പ ആരാ മോൻ, അതൊന്നും എൻ്റെ അപ്പ നോക്കത്തില്ല. ഞങ്ങൾ കുത്തി കയറ്റി വണ്ടിയുടെ ചാട് കണ്ടോ, അവിടെ ചെന്നിട്ടിട്ട് നമ്മുടെ ഗാർഡ് ചെന്ന് ജസ്റ്റ് ഒന്ന് പോകാനില്ലാത്ത ഗ്യാപ്പിൽ പുള്ളി ടയർ അങ്ങോട്ട് തിരിച്ചു വെച്ച് തന്നു ഞങ്ങൾക്ക് പോകാൻ. അങ്ങനെയാണ് നമ്മൾ അപ്പുറത്ത് കിടന്നത്. അത്രയും വണ്ടികൾ അവിടെ കിടന്നിട്ട് ആർക്കെങ്കിലും ഇങ്ങനെ തോന്നിയോ? ഇല്ല, പപ്പയ്ക്ക് മാത്രമേ അങ്ങനെ തോന്നുള്ളൂ. ഞങ്ങൾ സൈഡിൽ കൂടെ ഒക്കെ എടുത്ത് പതുക്കെ 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 അങ്ങനെ ഫൈനലി വി റീച്ച്. അങ്ങനെ ഞങ്ങൾ ഫൈനലി ബ്ലോക്ക് ഒക്കെ കഴിഞ്ഞെത്തി. എനിക്ക് പപ്പായുടെ കൂടെ പുറത്തു പോകാൻ ഭയങ്കര ഇഷ്ടമാണ്. പപ്പ ഭയങ്കര കൂളാണ്, ചില്ലാണ്, വൈബാണ്. ഒരു വൈബ് തന്തയാണ്. എന്ത് ചെയ്യാൻ, ഞാനിങ്ങനെ ചെയ്യുന്നത്. അപ്പൊ നല്ല സ്പീഡിൽ പോകുമ്പോൾ നല്ല ചൂടല്ലായിരുന്നോ, നല്ല കാറ്റുണ്ടായിരുന്നു. പിന്നെ ഞങ്ങൾ കഥയൊക്കെ പറഞ്ഞുകൊണ്ടാ പോയത്. നമ്മൾ ഈ വണ്ടി പോകുമ്പോഴേ പരദൂഷണം പറയാറുള്ളൂ. അങ്ങനെയൊന്നുമില്ല. വീട്ടുകാരെ നാട്ടുകാരെയും ഒക്കെ പറയാറുണ്ട്. വീട്ടുകാരെ ഒന്നും ഇല്ല ഇത് കേട്ടോണ്ട് വരുന്ന ആരും. നമ്മൾ ഹരിപ്പാട് വൺവേ കയറി. വൈകുന്നേരം ആയതുകൊണ്ട് കുറച്ച് തിരക്കുണ്ടായിരുന്നു. കുറച്ചേ ഉള്ളൂ, എന്നത്തെ പോലത്തെ തിരക്കൊന്നുമില്ല. നമ്മൾ വന്ന ടൈം കുറച്ച് നേരത്തെ ആയിപ്പോയി. പച്ചക്കറി, ഉപ്പേരിക്കട, അങ്ങനെ കുറേ കടകളുണ്ട്. അതൊന്നും ഇപ്പൊ ഞാൻ നോക്കുന്നില്ല. നോക്കിയാൽ വെറുതെ ഉണ്ട്. ഇവിടെ ശ്രീവത്സത്തിന്റെ ഒരു കടയുണ്ട്. നമ്മൾ അങ്ങനെ പാസ് ചെയ്ത് പോയ ഈ കാറ് കണ്ടോ, ഈ ഗ്യാപ്പിൽ കൂടെ പപ്പ ഇടിച്ചു കയറി. അവൻ റോങ് സൈഡാണ് അവര് വന്നത്. എന്നിട്ട് ഈ സ്കൂട്ടർ കണ്ടോ, അപ്പൊ നമ്മൾ തമ്മിൽ ഒരു ക്ലാഷ് ആയേനെ. അതൊന്നും നമുക്കൊരു വിഷയമല്ല. നമുക്കിതൊക്കെ എന്ത്. പിന്നെ നമ്മൾ അവിടെ നേരെ പടക്കുതിര വിട്ടു ഹരിപ്പാടോട്ട്. ഹരിപ്പാട് പണി നടക്കുന്നതുകൊണ്ട് ഭയങ്കര റഷാണ്, ഭയങ്കര തിരക്കാണ്. നമ്മള് വണ്ടി ഭയങ്കര ബ്ലോക്ക്. കറക്റ്റായിട്ട് സിസ്റ്റം ഇല്ല ഹരിപ്പാട് എങ്ങനെ ഒരു ട്രാഫിക് പോലീസോ അങ്ങനെ ആരും ഇല്ല. വണ്ടി കരയത് ഡിറക്ഷനിൽ വിടണം എന്നൊന്നും പറയാൻ പോലും ആരുമില്ല. അതുകൊണ്ട് അവനവന് തോന്നുന്ന രീതിയൊക്കെയാണ് വണ്ടി ഓടിക്കുന്നത്. പിന്നെ ഈ പണിയൊക്കെ ഇങ്ങനെ കുറച്ച് ടൈം എടുക്കുന്ന പ്രോസസ്സാണ്, അതൊക്കെ അറിയാം. അതനുസരിച്ച് കൺട്രോൾ ചെയ്യാനും കൂടി ആരെങ്കിലും ഉണ്ടായിരുന്നെങ്കിൽ നന്നായിരുന്നു. എനിക്ക് തോന്നി എൻ്റെ വ്യൂ പോയിന്റിൽ
അമ്മയ്ക്ക് അത്യാവശ്യമായിട്ടൊരു സ്ഥലം വരെ പോണമായിരുന്നു. അങ്ങോട്ട് പോയി. ഈ കട നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാമായിരിക്കുമല്ലോ, ഹരിപ്പാട്. ഈ ചേച്ചിയുടെ കട അറിയാമെങ്കിൽ ഒന്ന് കമന്റ് ചെയ്യണേ. ഹരിപ്പാട്ട് വൈകുന്നേരത്തെ ചെമ്മാനം കാണാൻ നല്ല ഭംഗിയുണ്ട്. അതിന്റെ കൂടെ നല്ല തിരക്കും. ബെഡ് ലാൻഡിലൊക്കെ നല്ല തിരക്കായിരുന്നു. നമ്മളങ്ങോട്ട് കയറുന്നില്ല, നമ്മൾ നേരെ വീട്ടിലോട്ട് വിടുവാണ്. അല്ലല്ല, പച്ചക്കറി മേടിക്കണം, അത് മറക്കരുതെന്ന് പറഞ്ഞായിരുന്നു. ഭയങ്കര തിരക്കെന്ന് പറഞ്ഞാൽ ഭയങ്കര തിരക്കായിരുന്നു. ഈസ്റ്റർ ഒക്കെ അല്ലേ, അത് തന്നെയല്ല, ഇന്ന് മൈജിയുടെ ഉദ്ഘാടനമായിരുന്നു ഹരിപ്പാട്. ഭയങ്കര ഓഫറായിരുന്നു. സെയില് നന്നായിട്ട് അവർക്ക് നടന്നിട്ടുണ്ട്. 50% ഓഫൊക്കെ ഉണ്ടായിരുന്നു. ടിവിക്കും മൊബൈലിനും എല്ലാത്തിനും ഉണ്ടായിരുന്നു. ഇതാണ് മൈജിയുടെ ഷോപ്പ് ഹരിപ്പാട്ട്. ഭയങ്കര റഷ് കണ്ടോ, അതിനകത്തും ആള് പുറത്തും ആള്, ഹരിപ്പാട് ഫുൾ ആള്. എന്തോ നിരക്കാണാവോ എന്റെ തമ്പുരാനെ. എന്തായാലും മൈജിക്ക് നല്ല കച്ചവടം നടന്നിട്ടുണ്ട്. ഉദ്ഘാടന ദിവസം തന്നെ പപ്പ അങ്ങനെ പച്ചക്കറിക്കടയിൽ കൊണ്ട് നിർത്തി. ഞാൻ അവിടെ പറയായിരുന്നു ഒരു കിറ്റ് എടുത്തോളാൻ, കാര്യം അതിന്റെ ആവശ്യമുള്ളൂ. ഇവരൊന്നും പച്ചക്കറി കഴിക്കത്തില്ല. പപ്പ പറയുമായിരുന്നേ എന്നെ പോലുള്ള ആൾക്കാരെ വീഡിയോയിൽ കിട്ടിയാൽ റീച്ച് ആവത്തുള്ളൂ. അപ്പൊ ഞാൻ പറഞ്ഞു അത്ര റീച്ച് വേണ്ടെന്ന്. അങ്ങനെ ഞങ്ങൾ പച്ചക്കറിയൊക്കെ മേടിച്ച് തിരിച്ച് വണ്ടിയിൽ കയറാനുള്ള പരിക്രമമാണ് കാണുന്നത്. അങ്ങനെ ഞാനും പപ്പായും പച്ചക്കറിയൊക്കെ മേടിച്ച് തിരിച്ച് കാരിച്ചാലിന് വിട്ടു. എന്തുവാണെന്നൊന്നും അറിയാം, ഓർമ്മയില്ല ഇപ്പൊ. ഞങ്ങൾ അപ്പൊ എന്തുവാണെന്ന് ഓർമ്മയില്ല. ഞങ്ങൾ അപ്പൊ എന്തൊക്കെയോ ആധികാരികമായി സംസാരിച്ച് ണ്ടിരിക്കുകയായിരുന്നു. എന്തൊക്കെയോ ടോപ്പിക്ക് ഞങ്ങൾ ഇങ്ങനെ ട്രാവലിംഗ് കിട്ടും. ഞങ്ങൾ അങ്ങനെ, ഞാനും പപ്പായ എന്ന് പറഞ്ഞാൽ ഭയങ്കര ഫ്രണ്ട്ലിയാണ്, ഞങ്ങൾ ഭയങ്കര കൂട്ടാണ്. എനിക്ക് പപ്പ ഭയങ്കര വൈബാണ്. അങ്ങനെ ഞങ്ങൾ ശാസ്താമുറിയായി തിരിച്ച് നേരെ വീട്ടിലോട്ട് പോവാണ്. ഓവർടേക്കിങ്ങോ എന്തോ സംഭവം നടന്നു. അതാണ് ഞാൻ അങ്ങനെ ഇരുന്നത്. ഞങ്ങൾ സ്പീഡിൽ വീട്ടിലോട്ട് പോവായിരുന്നു. ചില സമയങ്ങളിൽ ഞങ്ങൾ അപ്പുറത്തെ സൈഡിൽ നിന്നിട്ട് വണ്ടിയെല്ലാം നോക്കിയിട്ട് ക്രോസ് ചെയ്യാറുള്ളൂ. പപ്പ കണ്ട് വരുന്ന വഴി നോക്കിയെടുത്ത് ഇപ്പുറത്തോട്ട് വെച്ചപ്പോ പറയായിരുന്നു നിങ്ങളൊക്കെ ആണെങ്കിൽ തൊഴിഞ്ഞ് സമയം എടുത്ത് വരത്തുള്ളൂ. ഞാൻ പ്രോയായോണ്ട് എനിക്ക് അങ്ങനെ ഉണ്ടാകാറില്ല. ഞാൻ പിന്നെ അങ്ങനെയാണ്. ഇതാണ് ഞങ്ങളുടെ പള്ളി. വീട്ടിലെത്തി പച്ചക്കറിയൊക്കെ മമ്മിയുടെ കൊണ്ട് കൊടുത്തു. ഇതാണ് മമ്മി അട്ടകൊലത്തി ഇരിക്കുവായിരുന്നു. എന്നോട് പറഞ്ഞു എടുക്കല്ലേ എന്നെന്ന്. ഞാനൊന്നും നോക്കിയില്ല, ഞാനങ്ങ് എടുത്തു. ഞാനരമോള്. ഇതാണ് എന്റെ സ്വന്തം അപ്പ. ഞങ്ങൾ പണ്ടേ ഭയങ്കര വൈബാണ്. ഞാൻ അപ്പായിട്ട് പറയായിരുന്നു ക്യാമറയിലോട്ട് നോക്കി ഹായ് പറയാനായിട്ട്. എന്നിട്ട് അപ്പ പറയാ കാണുന്നില്ല, നിന്റെ ചെയ്യാൻ അന്ധനാണ് ഗൈസ്, അന്ധനാണ് ഗൈസ്, അന്ധൻ. ഇതെന്റെ കിച്ചൺ. കളി കഴിഞ്ഞ് വന്നതേ ഉള്ളൂ. കിച്ചൺ ഇൻട്രോവേർട്ടാണ്. സാധനമൊന്നും ഉണ്ടാക്കണ്ട, അവിയലൊന്നും ഉണ്ടാക്കണ്ട. ഇറച്ചിയുണ്ട്, ബീഫുണ്ട്, വളക്കറി ഉണ്ട്, ഒരു സാമ്പാർ, പിന്നെ അച്ചാറുണ്ട്. സാമ്പാർ എന്തിനാ? അത് പച്ചക്കറിയാ. സാമ്പാർ വേണ്ട, പച്ചക്കറിയാ. സാമ്പാറുണ്ട്, മോരുണ്ട്, പോരെങ്കിൽ രസം ഇരിപ്പുണ്ട്. അയ്യോ അതൊക്കെ വേണ്ട, ഇത്രയൊക്കെ പോരെ. ഇതിനപ്പുറത്തോട്ട് ഇനി എന്താ വേണ്ടത്? ഇത്രയൊക്കെ മതി നമുക്ക്. അത് മാന്യമായ രീതിയിൽ അത്രയും കൊണ്ട് അടിപൊളിയായ ടേസ്റ്റാണ്. ഓക്കെ, അവർക്ക് പച്ചക്കറി അവര് മാറ്റിയെടുക്കുക എന്നാണ് നമ്മുടെ ഉദ്ദേശം. പച്ചക്കറി ഇന്ന് വേണം, പച്ചക്കറി മാറ്റിയെടുത്തിട്ട് ഇവരെ കൂടെ നമ്മൾ വീണ്ടും മാമോദിസം മുക്കി, മറ്റുള്ളവരൊക്കെ മാമോദിസം മുക്കി നമ്മൾ ഇതിലേക്ക് കയറ്റുക എന്നതാണ് നമ്മുടെ ഉദ്ദേശം. ഇത് മതപരിവർത്തനം എന്നും കണ്ട് നിങ്ങൾ ഈ കാണുന്നവരാരും വിചാരിക്കരുത്. അതല്ല, ഞങ്ങളുടെ ഒരു മതസൗഹാർദ്ദം എന്നുള്ള ലെവലിലാണ് ഈ സംസാരിക്കുന്നത്, കേട്ടല്ലോ. അതുകൊണ്ട് അവരെ കൂടെ നമുക്ക് ആ ലെവലിലേക്ക് നീക്കാൻ നമ്മൾ ഈ പറഞ്ഞ ഫുഡുകൾ മാത്രം കൊടുത്താൽ മതി.
അപ്പൊ ഇവിടെയുള്ള ഇറച്ചി മീനും വരുന്നവര് തിന്നുക. പപ്പ ഈ പറഞ്ഞെല്ലാം കേട്ടോ, ഇതൊക്കെ ചുമ്മാ തമാശക്ക് പറഞ്ഞാണേ. മമ്മി ഇറച്ചി മീനൊക്കെ വേവിച്ച് വെച്ചിട്ടുണ്ടായിരുന്നു നാളത്തേക്ക്. വെച്ചല്ലാതെ വേവിച്ച് വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പൊ അവിടെ മമ്മി എന്നെ ഹെൽപ്പ് ചെയ്യാന്ന് വെച്ചു. ഉള്ളി അരിഞ്ഞു കൊടുക്കാന്ന് വെച്ച് വലിയ അടുത്ത് ഞാൻ കട്ടിംഗ് ബോർഡൊക്കെ എടുത്ത് ഭയങ്കര പണിപ്പാടിലാണ്. ഞങ്ങൾ ചെറുതായിട്ട് ചിറ്റ്ചാറ്റ് ചെയ്തോണ്ടിരിക്കുകയാണ്, ഞാനും അപ്പായും അമ്മയും കൂടെ. രാക്കും കുളിക്കാൻ പോയി. അങ്ങനെ ഞങ്ങൾ സംസാരിച്ചോണ്ടിരിക്കുന്നത് എന്തൊക്കെയാന്നൊന്നും പുറത്ത് പറയാൻ പറ്റത്തില്ല. അതാണ് ഈ കുത്തും കോമയൊക്കെ വരുന്നത്. അപ്പൊ എന്നെ കുത്തും, ഞാൻ തിരിച്ചു കുത്തും. പിന്നെ അങ്ങനെയാണ് ഞങ്ങൾ ഓരോന്നൊക്കെ പറഞ്ഞോണ്ടിരിക്കുകയാണ്. ഞാൻ അപ്പായെന്ന് പറഞ്ഞാൽ എന്റെ അച്ഛൻ മരിച്ചു പോയതാണ്. എന്റെ സ്വന്തം അച്ഛൻ ഇപ്പൊ എന്റെ സ്വന്തം പപ്പയാണ്. എന്റെ ലൈഫിൽ ഏറ്റവും ഇമ്പോർട്ടൻസ് ഞാൻ കൊടുക്കുന്ന വ്യക്തികളിൽ ഒരാള്, റീപ്ലേസ് ചെയ്യാൻ പറ്റാത്ത ഒരാളാണ് എൻ്റെ അപ്പ. ഞാനും അപ്പൊ ഭയങ്കര വൈബാണ്, ഭയങ്കര ചില്ലാണ്. ഞങ്ങളുടെ അടിയെന്ന് പറഞ്ഞാൽ എന്റെ പൊന്ന് തമ്പുരാനെ, ഞങ്ങൾ ഫോണിൽ കൂടെ അടിയിടുന്നതും നേരി കാണുമ്പോൾ അടിയിടുന്നതൊക്കെ കണ്ടാ തോന്നി എന്തുവാ ഇത്. പക്ഷെ ഞങ്ങള് അത് കുറച്ചേരേ ഉള്ളൂ, അതങ്ങ് വിടും. ഞങ്ങൾ ഇങ്ങനെയാണ്, അത് എല്ലാവർക്കും അറിയാം. നമ്മളുടെ അടി കണ്ടതിനാ ഇനി അവര് തമ്മിൽ വിടിയും പറിച്ചിലും എല്ലാവരുള്ള കോണ്ടാക്ട് നിന്നു എന്ന് വിചാരിക്കും. പക്ഷെ അങ്ങനെയല്ല, ഞങ്ങള് ഇവരൊക്കെ ഈ കാണുന്നവര് മണ്ടന്മാർ അങ്ങനെ ഞങ്ങൾ കരുതുന്നുള്ളൂ. മനസ്സിലാക്കണം ഞങ്ങളുടെ ഒരു വൈബ്. എന്റെ എല്ലാ കാര്യത്തിനും സപ്പോർട്ട് ചെയ്യാനും ഞാൻ എന്ത് ദിവസം കാണിച്ചാലും എന്ത് പറഞ്ഞാലും എന്നെ സപ്പോർട്ട് ചെയ്യുന്ന എൻ്റെ അപ്പായാണ്. എനിക്ക് എൻ്റെ അപ്പായെ ഭയങ്കര ഇഷ്ടമാണ്. അതുകൊണ്ട് തന്നെ പോയി ഇടിയും നടക്കും. എൻ്റെ വായി തോന്നി എല്ലാം ഞാനും പറയും, അപ്പായും പറയും. അങ്ങനെ ഞങ്ങൾ ചിറ്റ്ചാറ്റ് ചെയ്തോണ്ടിരിക്കുകയാണ് അവിടെ. അപ്പ എഴുന്നേറ്റ് പോവും, ഞാൻ പിടിച്ചിരുത്തും. അപ്പ എഴുന്നേറ്റ് പോവും, ഞാൻ പിടിച്ചിരുത്തും. അതാണ് ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്. മമ്മി ചോറ് വിളമ്പി കഴിക്കാനായിട്ട്. ഞങ്ങള് രണ്ടാം കേട്ടില്ല, മോന് കൂട്ടാൻ പത്രം കൊടുത്തു. നമുക്ക് കിട്ടിയേക്കുന്ന കണ്ടോ, പിന്നെ ചോറിനകത്ത് കറി ഒഴിച്ചു. മോനെ ഒരു കൂട്ടാൻ പാത്രം എടുത്തു, മോന് കറി കൂട്ടാൻ പാത്രത്തിൽ. എന്തൊരു നാടാണോ ഇത്. പന്തിയിൽ പക്ഷാഭേദം തന്നോ ഉള്ള. പള്ളി പോകാനായിട്ട് ജാക്കൻ അവിടെ തന്നെ പള്ളിപ്പാട് വന്ന് വിളിച്ചു. രാത്രി 11:30 കുർബാനയ്ക്കാണ് പോകുന്നത്. എന്റെ ലൈഫിൽ ഇതൊക്കെ ആദ്യമായിട്ടാണ്. അങ്ങനെ പള്ളി ചെന്നപ്പോൾ സ്റ്റാർട്ട് ചെയ്തായിരുന്നു. മെഴുകുതിരി തെളിയിച്ച് തുടങ്ങിയായിരുന്നു. എനിക്ക് തന്നു. ചടങ്ങുകൾ നടന്നുകൊണ്ടിരിക്കുകയായിരുന്നു. അപ്പോഴാണ് യേശുവിന്റെ ഉയർപ്പിന് മുൻപായിട്ട് കുട്ടികളുടെ ഡാൻസ് ഉണ്ടായിരുന്നു. യേശുവിന്റെ ഉയർപ്പിനായിട്ട് ഇനി നമ്മൾ കാത്തിരിക്കുകയായിരുന്നു.
മമ്മിയുടെ അച്ഛൻ അവിടുത്തെ ചടങ്ങുകളൊക്കെ ഉണ്ടായിരുന്നു. എനിക്ക് പ്രത്യേകിച്ച് എടുത്തു പറയാനൊന്നും അറിയില്ല. അതെല്ലാം ഞാൻ കണ്ടു, പ്രാർത്ഥിച്ചു, കുറെ നേരം പള്ളിയിൽ ഉണ്ടായിരുന്നു. പിന്നെ അത് ജ്ഞാനസ്നാന വെള്ളം അങ്ങനെ എന്തോ ആണെന്ന് തോന്നുന്നു പറയുന്നത്. തെറ്റുണ്ടെങ്കിൽ ക്ഷമിക്കുക, എനിക്കറിയില്ല. അതെടുത്തു അതൊരു കുപ്പിയിൽ നമ്മൾ എടുത്ത് വീട്ടിൽ കൊണ്ട് വെക്കണമെന്ന് എല്ലാവരും പറഞ്ഞു. അതുകൊണ്ട് ഞാനും എടുത്ത് വെച്ചിട്ടുണ്ട്. എന്തെങ്കിലുമൊക്കെ ബുദ്ധിമുട്ടുണ്ടെങ്കിൽ നമുക്ക് അതിൽ നിന്ന് കുടിക്കാം, അത് മാറി കിട്ടും എന്നാണ് വിശ്വാസം. പിന്നെ യേശുവിനെ മുത്താനുള്ള അവസരം ഉണ്ടായിരുന്നു. യേശുവിനെ മുത്താനുള്ള അവസരത്തിൽ യേശുവിനെ പോയി നമ്മൾ പ്രാർത്ഥിച്ച് നമുക്ക് നമ്മുടെ ആവശ്യങ്ങളും പ്രാർത്ഥനയും വിഷമങ്ങളും എല്ലാം പറഞ്ഞു. എനിക്ക് ഭയങ്കര ട്രസ്റ്റാണ്. അത് കഴിഞ്ഞ് പള്ളിയുടെ വെളിയിൽ വന്നു. ചുക്ക് കാപ്പിയും കേക്കും ഉണ്ടായിരുന്നു. അത് ഞങ്ങൾ കഴിച്ച്. പിന്നെ സെമിത്തേരി തിരി നമുക്ക് ആദ്യം ഫസ്റ്റ് കയറിയപ്പോൾ തന്ന തിരി ഉണ്ടായിരുന്നു. അത് ഞാൻ കൊണ്ടുപോയി അവിടെ കല്ലറ കത്തിച്ചു. അവിടുത്തെ പപ്പയുടെ അമ്മച്ചിയുടെ അപ്പച്ചൻ്റെയും കല്ലറയിൽ കത്തിക്കാനായിട്ട് പോയി. അവിടെ ഉണ്ടായിരുന്നു അപ്പൊ തിരി ആരോ കത്തിച്ചിട്ടുണ്ടായിരുന്നു. അപ്പൊ പിന്നെ മമ്മിയുടെ പപ്പയുടെ അമ്മയുടെ കല്ലറ ഞങ്ങൾ കത്തിച്ചു, തിരിച്ച് വീട്ടിലോട്ട് പോയി. ഇത്രയുള്ളായിരുന്നു എൻ്റെ ഇന്നത്തെ വീഡിയോ. എൻ്റെ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും കമന്റ് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. എന്തെങ്കിലുമൊക്കെ തെറ്റുകളുണ്ടെങ്കിൽ ക്ഷമിക്കുക.